വെൽക്കം ബാക്ക്. കളങ്കാവൽ. കളങ്കാവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടു വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മൂവി കാണാൻ ലേറ്റായി പോകുന്ന ആൾക്കാർ അങ്ങനെ തിരക്കിട്ടിട്ട് ബുക്ക് ചെയ്യാണ്ട് നിൽക്കുക. ഫസ്റ്റ് 15 മിനിറ്റ് നിങ്ങൾക്ക് മിസ്സായാൽ അത് നിങ്ങൾക്ക് ഒരറ്റവും ഒന്നും മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് നിങ്ങൾക്ക് നഷ്ടമാണ്. അങ്ങനെ പോയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടൂല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായ കാര്യം. അവിടെ ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. കുറേ പേര് ലേറ്റായി തന്നെ വരുന്ന ഇത് സാധാരണ ഒന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. നല്ല ഒഴിവുള്ള സമയം നോക്കിയിട്ട് കറക്റ്റ് ഫ്രീ ആയിട്ടുള്ളപ്പോൾ ബുക്ക് ചെയ്യുക. അതേ ഈ പടത്തിൽ മെയിനായിട്ട് ബുക്ക് ചെയ്യുമ്പോഴുള്ള കാര്യം പറയാനുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് ധൈര്യത്തിൽ പോയി കാണുക. മമ്മൂക്കനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പോൾ ബ്രഹ്മയുഗം പോലത്തെ അങ്ങനത്തെ സെലക്ഷനിൽ വന്നിട്ട് നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത ഓരോ റൂട്ടിലേക്കാണ് ഇവരെ സെലക്ഷനും കാര്യങ്ങളും പോണത്. വിനായകനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിനായകന് കിട്ടുന്ന റോള് കറക്റ്റ്. വിനായകൻ എന്താണ് റോള്, നമ്മള് മൂവി ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയണില്ല. ഞാനും കൂടുതൽ ട്രെയിലറൊന്നും കാണാതെ പടം പോയി കാണണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമല്ലോ. ഞാൻ ഏതൊരു ഇംഗ്ലീഷ് മൂവിയൊക്കെ ഞങ്ങൾ ട്രെയിലർ കണ്ടു പോയിട്ട് അതിൻ്റെ A to Z ട്രെയിലറിലുള്ള കാര്യങ്ങൾ ആ മൂവിയിൽ സ്പ്ലിറ്റായി ക്ലൈമാക്സ് വരെ അതിൽ ഡിവൈഡാക്കിയുള്ള പീസുകളാണ് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ട്രെയിലർ കണ്ടു വന്ന അതേ ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം റിവ്യൂ കാണാൻ നോക്കൂല. ഇപ്പം നമുക്ക് ട്രസ്റ്റ് ഉള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഇതൊക്കെ റിവ്യൂ അതേപോലെ ട്രെയിലർ ഇതൊക്കെ മാക്സിമം കാണാതെ രണ്ടും കൽപ്പിച്ചിട്ട് പോയി കാണുമ്പോൾ ഒരു ടച്ചും ഇല്ലാതെ അത് കാണുമ്പോഴുള്ള ഫീല് വേറെയാണ്. പാളിയാൽ അത് വേറൊരു ഫീലാണ്. അത് വന്നിട്ട് വിഷമിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് കുറേ ഉണ്ട്. അതൊന്നും എങ്ങനെയാണ് എന്താണ് ഒന്നും പറയണില്ല. കുറേയൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യത്തിൽ പോയി ബുക്ക് ചെയ്യുക. നിർബന്ധമായിട്ടും ബുക്ക് ചെയ്യുക. തിയേറ്ററിൽ തന്നെ എന്തായാലും കാണാൻ നോക്കുക. OTT-യിലേക്കൊന്നും കൊണ്ടുവരാതെ തിയേറ്ററിൽ തന്നെ എന്തായാലും ബുക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ കുറച്ച് നല്ല തിയേറ്ററിൽ ബുക്ക് ചെയ്യുക. ഈ പ്രത്യേകിച്ച് മമ്മൂക്കൻ്റെ ഒക്കെ പടമാകുമ്പോൾ ആ ഒരു ഫാൻ ഷോ ആ ഒരു പോലെ ആൾക്കാർ ഓവർ സൗണ്ട് ഉണ്ടാക്കുന്നതും ഇതൊക്കെ നമുക്ക് കോൺസെൻട്രേഷൻ പോകുന്നൊരു സംഭവമാണ്. ആ ഒരു വൈബിൽ കാണുന്നവർക്ക് അങ്ങനെ കാണാം. അല്ലാത്തവർക്ക് കുറച്ച് പ്രീമിയം ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എൻജോയ് ചെയ്തിട്ട് കാണാം. ഓരോരുത്തരുടെ താല്പര്യത്തിൽ പറഞ്ഞെന്നുള്ളൂ. നമ്മളും 2 ടൈപ്പിലും പോലുണ്ട്. അപ്പം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഒരിക്കലും മിസ്സാക്കാതെ നിൽക്കുക ഈ മൂവി. ധൈര്യത്തിൽ പോവുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാതാവില്ല. നിങ്ങൾക്ക് വെറുതെ ഒരു കുറ്റമൊക്കെ പറയാന്നല്ലാതെ ഇതിൽ ഒരു കുഴപ്പവും നമുക്ക് കണ്ടെത്താനാവില്ല. നമ്മൾ പ്രത്യേകിച്ച് മമ്മൂക്കാൻ്റെ ഇങ്ങനൊരു മൂവി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. കരിയറിൽ നമുക്ക് കാണാത്തൊരു സംഭവമാണ്. നമുക്ക് അതിലും ശരിക്കും കൂടുതലൊക്കെ പറയാനുണ്ട്, പക്ഷെ ഞാനത് പറയണില്ല. അത് കണ്ടാലുണ്ടാവുന്ന കാര്യങ്ങളും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളും ഇതൊന്നും പറയണില്ല. ഇതൊക്കെ നിങ്ങൾ സ്വയം കണ്ട് എൻജോയ് ചെയ്തിട്ട് ഉഷാറാക്കുക. താങ്ക് യു.